കണ്ണൂർ അടയ്ക്കാത്തോടിൽ പരിഭ്രാന്തി പരത്തിയ കടുവയ്ക്കായി തെരച്ചിൽ 3-ാം ദിവസവും തുടരുകയാണ്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ കല്യാട്, കടുവ അവിടെയുണ്ടോ അതോ തിരിച്ച് കാട്ടിലേക്ക് മടങ്ങിയോ? സുജിയ, അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കടുവയെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് കടുവയെ കണ്ടെത്തുന്നതിന് വേണ്ടി വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആ പ്രദേശത്തെല്ലാം വ്യാപകമായ തിരച്ചിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ആ മേഖലയിൽ നടത്തുന്നത്. എന്തായാലും പ്രദേശത്തെ ജനങ്ങൾ വലിയ തോതിൽ പരിഭ്രാന്തരാണ്. തുടർച്ചയായി ഇത്തരത്തിൽ കടുവയെ പോലുള്ള അക്രമകാരികളായ വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ നാടിറങ്ങുന്നത്, കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്നത് വലിയ തോതിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ആ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ആ മേഖലയിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് കൊട്ടിയൂർ മേഖലയിൽ തന്നെ ഒരു കടുവയെ ഇത്തരത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൻ്റെ തൊട്ട് മുറ്റത്ത് പോലും കടുവയെത്തുന്നു. അത് മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നു. അതിനുവേണ്ടി കടുവ നിന്നു കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് ഓടി മറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ കടുവയുടെ കാര്യത്തിൽ ഉണ്ടാവുന്നത് ജനങ്ങളെ വലിയ തോതിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ DFO ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ട് ഉദ്യോഗസ്ഥരെല്ലാം തടഞ്ഞു വെക്കുന്ന നടപടികൾ ഉൾപ്പെടെ നാട്ടുകാരുടെ ഭാഗത്ത് അവരെ കുറ്റം പറയാനും കഴിയില്ല. കാരണം ഈ മേഖലയിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ രാത്രി പോലും കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ പ്രധാനമായും റബ്ബർ ടാപ്പിംഗ് പോലെയുള്ള തൊഴിലാണ് ആ മേഖലയിൽ കൂടുതലായും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിരാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവരാണ് കൂടുതലായിട്ടും ആൾക്കാർ ആ മേഖലയിൽ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് വലിയ തോതിൽ ഭീതിയാണ്. രാവിലെ പണിക്ക് പോകാൻ കഴിയുന്നില്ല. കുട്ടികളെ നേരായ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ നടന്നു പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ അത്തരത്തിൽ നടന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് വലിയ തോതിൽ ഭീതി ഉണ്ടാവുന്നു. അതുപോലെ തന്നെ വീട്ടമ്മമാർ എന്ത് വിശ്വസിച്ചാണ് വീടിനൊക്കെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള ആശങ്കയാണ് അവരിൽ പറയുന്നത്. അവരുടെ ഒരു ആശങ്കയിൽ നിന്ന് തന്നെ അവർ പ്രധാനമായും അവർക്ക് മുന്നിലേക്ക് എത്തുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടാണ് ഇവരെല്ലാം പരാതി പറയുന്നത്. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചില സംഭവങ്ങളിൽ നിസ്സഹായരാണ്. കാരണം കടുവയെ കാണാതെ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും തന്നെ കടക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആ മേഖലയിൽ വലിയ തോതിൽ ഈ ഇടുങ്ങിയ കുത്തനെയുള്ള പാറകളും അതുപോലെ തന്നെ ചെരിവുകളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ കടുവ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും കാണാൻ വേണ്ടി കഴിയില്ല. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ ഈ സെർച്ചിങ്ങിന് വേണ്ടി ഈ വനപ്രദേശത്തേക്ക് ജനവാസ മേഖലയോട് ചേർന്ന മേഖലയിലെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ പരിശോധന നടത്തുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു എത്തിയത്. പക്ഷേ കടുവയുടെ ആരോഗ്യസ്ഥിതി അത് മോശമാണ് എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മയക്കുവെടി വെക്കേണ്ടതില്ല, അല്ലാതെ തന്നെ വലയെ വെച്ച് പിടികൂടുക അല്ലെങ്കിൽ കൂട്ടിലേക്ക് അകപ്പെടുത്തുക എന്നുള്ളൊരു സമീപനത്തിലേക്ക് വനം വകുപ്പ് എത്തി. എന്തായാലും മേഖലയിൽ വലിയ തോതിൽ ഇപ്പോഴും പരിഭ്രാന്തി പരത്തുന്നു. 3 ദിവസമായി ആ നാട് സത്യത്തിൽ ഉറങ്ങിയിട്ടെന്ന് തന്നെ പറയാം. രാത്രി പോലും ആൾക്കാർക്ക് ഒന്ന് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ പ്രദേശത്ത് എല്ലായിടത്തും ഉള്ളത്. ഇന്നലെ ഈ വനം വകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ ഈ കടുവ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ കടുവ മാറിപ്പോവുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഈ കാട്ടിനകത്തേക്കോ അല്ലെങ്കിൽ ഈ തിരിച്ച് കാട് കയറിയോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു ആശങ്കയും സംശയവും നിലനിൽക്കുന്നുണ്ട്. വനം വകുപ്പിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം ആ കാര്യത്തിൽ നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അവർ പോലും ഈ കുത്തനെയുള്ള ഇറക്കവും അതുപോലെ വിസിബിൾ അല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് അക്കാര്യത്തിൽ കൂടുതലായിട്ടുള്ളൊരു വ്യക്തതയില്ല. കാരണം കടുവയെ വളരെ പെട്ടെന്ന് കാണുന്നു, വളരെ പെട്ടെന്ന് തന്നെ അത് ഓടി മറിയുന്നു. ജനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സെർച്ചിങ്ങിന് പോകുന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് കൂടുതൽ സങ്കീർണമായ സ്ഥലത്തേക്ക്, അതായത് പാറക്കെട്ടുകൾക്കിടയിലും ചെറിയ തോതിൽ ഈ ഗുഹകളൊക്കെയുള്ള ഒരു മേഖല കൂടിയാണ്. ഒരു ചെറിയ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ചെറിയ ഗുഹകളും മടകൾ ഉള്ളൊക്കെ മേഖല. അപ്പോൾ ആ മടകളിലേക്കും ഗുഹകളിലേക്കും മാറിയിരിക്കുന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. എന്തായാലും പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.